ഹലോ ഫ്രണ്ട്സ്, എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇവിടെ. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾസിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എന്താണ് സെക്കൻഡ് മൊഡ്യൂൾസിൽ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ത് ചെയ്ത് ഇലക്ട്രിക്കലിൻ്റെ എഫക്റ്റ് ഷോക്ക് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ അപ്ലിക്കേഷൻസ് ആണ് അല്ലേ. അത് അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മെഷീൻസുകളും വർക്ക് ചെയ്യാൻ ഇലക്ട്രിസിറ്റി വേണമെന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ്, ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, അതുപോലെ കുക്കിംഗ് ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അപ്ലിക്കേഷൻസ് ആയ ഫസ്റ്റത്തെ ബൾബ് അല്ലേ, ലാമ്പ് എന്ന് പറയും, ഇലക്ട്രിക്കൽ ലാമ്പ്. രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എഫക്റ്റ്. മൂന്നാമത്തെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോളിസിസ്. ഇങ്ങനെ 3 ആപ്ലിക്കേഷനാണ് ഈ ഒരു മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാം തിയറി പോർഷനാണ്. അപ്പോൾ നല്ല പോലെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇല്ലസ്ട്രേറ്റ് അല്ലേ. ഇല്ലസ്ട്രേറ്റ് എന്ത് ചെയ്യുക, ഇല്ലസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ എന്ത് ചെയ്യുക, വർക്കിംഗ് വിശദീകരിച്ച് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ആദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ എന്ത് ചോദിക്കും. ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ അധികം നമുക്ക് എന്താണ്, പിക്ചർ വിത്ത് വർക്കിംഗ് ആണ്. പിക്ചർ വരയ്ക്കുക, വർക്കിംഗ് വരയ്ക്കുക, എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്താൽ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂൾസിലെ എല്ലാ ടോപ്പിക്സും വരുന്നത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾസിലെ എല്ലാ ബൾബിൻ്റെ ഫിഗർ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇതൊരു ഇൻകാൻഡസെന്റ് ലാമ്പാണ്. അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ എന്തൊക്കെയുണ്ട്, ഒരു താഴെ ഭാഗം നിൽക്കുന്ന ഒരു ക്യാപ്പുണ്ട്, അതേ രൂപത്തിൽ ഒരു സ്റ്റെമ്മുണ്ട്. സ്റ്റെമ്മിൽ എന്തുണ്ട്, ഒരു ലീഡിങ് വയറിൻ്റെ അറ്റത്ത് നിന്നുണ്ട് ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് അല്ലേ. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. ഈ ഫിലമെൻറ്റിന് എന്തുണ്ട്, ഒരു സപ്പോർട്ടറായിട്ട് സ്റ്റെമ്മായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തുണ്ട്, ഒരു ഗ്ലാസ് ബൾബ്. അതിലൂടെ ഗ്ലാസ് ബൾബിൻ്റെ ഉള്ളിൽ എന്ത്, ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോബിൾ ഗ്യാസ് ആയിരിക്കും. അതായത് ഇനേർട്ട് ഗ്യാസായ ആർഗൺ, നിയോൺ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ക്യാപ്പ്, സ്റ്റെമ്മ്, ലീഡ് വയർ, സപ്പോർട്ട് വയർ, ഫിലമെൻറ്റ്, ഗ്യാസ് ഏതൊക്കെയാണ്, ആർഗൺ ആൻഡ് നിയോൺ, അതിലൂപത്തെ ഗ്ലാസ് ബൾബ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് മുകളിൽ പറഞ്ഞത്. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറയുന്നത്. വർക്കിംഗ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് പോയിന്റാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് എന്താണ്, ഒരു മെറ്റൽ അല്ലേ. ഇപ്പോൾ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞത് എന്താണ്, ഒരു മെറ്റലാണ്. മെറ്റൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഹയർ എനർജി ലെവലിലോട്ട് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. പക്ഷെ ഹയർ എനർജി ലെവലിൽ എന്താണ്, അവർക്ക് എനർജി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഹയർ എനർജി ലെവൽ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, ലോവർ എനർജി ലെവലിലോട്ട് തന്നെ പോകും. പക്ഷെ ലോവർ എനർജി ലെവലിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, അത് ഒരു എനർജിയെ എന്ത് ചെയ്യും, എക്സ്ട്രാ എനർജിയെ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജിയെ പറഞ്ഞ പേരാണെന്ത്, ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ ടേം മനസ്സിലാക്കുക. ഫോട്ടോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഫോട്ടോൺസ് എന്താ, എ പാക്കറ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയാം ഫോട്ടോൺസ്. ഓക്കെ, ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്ന ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, വർക്കിംഗ് എന്താണ്, ഇൻകാൻഡസെന്റ് ലാമ്പ് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ത്രൂ ദ തിൻ ആൻഡ് ഫൈൻ ഫിലമെൻറ്റ് എന്താണ്, ടങ്സ്റ്റൺ ടു പ്രൊഡ്യൂസ് എ വിസിബിൾ ലൈറ്റ് അല്ലേ. ആൻഡ് ഇൻ ദ കറന്റ് റൈസസ് ടെമ്പറേച്ചർ ഫിലമെൻറ്റ് സച്ച് എക്സ്റ്റെൻഡ് ടു ദ ബിക്കംസ് ദ ലൂമിനസ്. കറന്റ് കൂടുന്ന എന്ത് ചെയ്യും, ലൂമിനസ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഫിഗർ നിങ്ങൾ പഠിക്കണം. പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കുക, പിന്നെ അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, അടുത്തത് എന്താ ക്വസ്റ്റ്യൻ എന്താണ്, വീണ്ടും വേറൊരു ലാമ്പാണ് അല്ലേ. ഇല്ലസ്ട്രേറ്റ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഫിഗർ തന്നെ. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇതാണ് ഫിലമെൻറ്റ്. ഈ 2 ഫിലമെൻറ്റ് എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിലമെൻറ്റിൻ്റെ അറ്റം വേറെ സപ്ലൈൻ്റെ ഭാഗം എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് വരുന്ന എന്ത് ചെയ്യും, സ്വിച്ചിലോട്ട് പോകും. പിന്നെ എന്ത് ചെയ്യും, ചോക്ക് എന്ത് ചെയ്യുക, അടുത്ത ഫിലമെൻറ്റിൻ്റെ ഒരു ഇലക്ട്രോഡിലോട്ട് പോകും. മറ്റേ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, സ്റ്റാർട്ടർ കൂടെ എന്ത് ചെയ്യും,
ഫസ്റ്റ് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞത്. ദ ലാമ്പ് ഈസ് ഫോം എ ലോങ് ട്യൂബ് അല്ലേ, ആൻഡ് കോട്ടഡ് വിത്ത് ഇൻസൈഡ് വിത്ത് എ ഫോസ്ഫറസ്. ഇതാണ് എന്ത് ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫ്ലൂറസെൻ്റ് ആണെങ്കിൽ ഫോസ്ഫറസ് പ്ലസ് മെർക്കുറി ആണ്. ഓക്കെ, ദ ട്യൂബ് കണ്ടെയ്ൻസ് എ സ്മോൾ എമൗണ്ട് ഓഫ് മെർക്കുറി ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആർഗൺ ഗ്യാസ്. ആർഗൺ ഗ്യാസ് എന്നതാണ് നമ്മൾ നോബിൾ ഗ്യാസ് പഠിച്ചത് അല്ലേ. ആൻഡ് ഈച്ച് ഓഫ് ദ ട്യൂബ് ഈസ് ഇലക്ട്രോഡ്സ് ആർ സ്പൈറൽ ഫോം മെയ്ഡ് എ ടങ്സ്റ്റൺ. സെയിം അല്ലേ, നമ്മൾ ഇപ്പം പിന്നെ ഇൻകാൻസർ ലാമ്പിൽ പഠിച്ച പോലെ തന്നെ അതിന് ടങ്സ്റ്റൺ ഫിലമെൻ്റ് തന്നെയാണ് എന്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, ദ ചോക്ക് ഈസ് കണക്റ്റഡ് സീരീസ് ആൻഡ് വിത്ത് എ ട്യൂബ് ഫിലമെൻറ്റ്. ഓക്കെ, പിന്നെ അടുത്തെന്താണ്, പിന്നെ ഫിലമെൻറ്റ് കണക്റ്റഡ് വിത്ത് എ സ്റ്റാർട്ടർ. അപ്പോൾ ഫിഗർ നമ്മൾ പഠിച്ചാൽ എന്ത് ചെയ്ത് അതിൻ്റെ ഓരോ പോർഷൻസ് എഴുതിയാൽ തന്നെ എന്ത് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ഷനായി അല്ലേ. ഫിലമെൻ്റ് ഉണ്ട്, ടങ്സ്റ്റനാണ്, പിന്നെ അതിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും ഒരു ലോങ് ട്യൂബ് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ലോങ് ട്യൂബ് ഇപ്പോൾ ഫ്ലൂറസെൻ്റ് ലാമ്പ് ആയതുണ്ട് ഒരു ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസും സ്മോൾ എമൗണ്ട് ഓഫ് മെർക്കുറിയും അതിൻ്റെ രൂപത്തിൽ എന്തുണ്ട് ഒരു ഇനേർട്ട് ഗ്യാസ് ഉണ്ട്. പിന്നെ ഇൻകാൻസർ ലാമ്പിൻ്റെ പുറമെ എന്തൊക്കെയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോക്കുണ്ട്, അതിൻ്റെ രൂപത്തിൽ ഒരു സ്റ്റാർട്ടറുണ്ട്. ഡൗട്ടില്ലല്ലോ. ഇനി അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന്, വർക്കിംഗ് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യും, ദ സ്റ്റാർട്ടർ ഈസ് കോൾഡ് ദ ഇലക്ട്രോഡ് ആർ ഓപ്പൺ അല്ലേ. അതായത് കറണ്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ദ വോൾട്ടേജ് ആക്ട് ആസ് എ സ്റ്റാർട്ടർ അല്ലേ. ദ ഗ്ലോ ഡിസ്ചാർജ് ഗെറ്റ് ഇൻ ദി സ്റ്റാർട്ടർ വിച്ച് വാംസ് ഇലക്ട്രോഡ്സ് ആൻഡ് കോസസ് ദി ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ടച്ച് ദ ഇലക്ട്രോഡ്സ്. അതെന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടർ എന്താ ഒരു ബൈ മെറ്റാലിക് സ്ട്രിപ്പാന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്ത് എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് എന്ത് ചെയ്യും ക്ലോസ് ആക്കിയിട്ട് കറണ്ട് എന്ത് ചെയ്യും ഈ ഒരു ഫിലമെൻ്റ് കൂടെ എന്ത് ചെയ്യും കടത്തിവിടും. അപ്പോൾ സർക്യൂട്ട് ബിക്കം ദ കംപ്ലീറ്റഡ് ആൻഡ് കറണ്ട് ഫ്ലോ ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഈ ഒരു ഫിലമെൻ്റ് എന്ത് ചെയ്യും കറണ്ട് കടത്തിവിട്ട് ഹീറ്റ് ആകും. അപ്പോൾ എന്ത് ചെയ്യും ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തെന്താണ്, ദ സ്റ്റാർട്ടർ വോൾട്ടേജ് ഫാൾസ് സീറോ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടർ വോൾട്ടേജ് സീറോ ആകുമ്പോൾ എന്ത് ചെയ്യും ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഓപ്പൺ ആകും. അപ്പോൾ എന്ത് ചെയ്യും ബൈ മെറ്റാലിക് സ്ട്രിപ്പ് കൂളായിട്ട് എന്ത് ചെയ്യും അത് ഓപ്പൺ ആകും. പിന്നീട് ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും ഇലക്ട്രോൺസുകൾ കടത്തിവിട്ട് അവിടെ എന്ത് ചെയ്യും ഒരു ഇലക്ട്രിക് പ്രവാഹം ഉണ്ടാകും. അങ്ങനെയാണ് എന്ത് ചെയ്യുക നമുക്ക് ലൈറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടർ സ്വിച്ച് ഓപ്പൺ ആൻഡ് ഇൻ്ററപ്റ്റ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട് കോസിങ് എ വോൾട്ടേജ് സർജ് ഇൻ ദി ചോക്ക്. ദിസ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി ലാമ്പ് ഇലക്ട്രോൺസ്. ഈ ലാമ്പ് ഇലക്ട്രോൺസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും ഒരു വോൾട്ടേജ് ഫ്ലോ ചെയ്യും. ആൻഡ് ദ ലാമ്പ് ഈസ് ലൈറ്റ് അപ്പ് ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്യും ആ ഇലക്ട്രോൺസുകൾ കടത്തിവിട്ട് എന്ത് ചെയ്യും അത് ഈ ഗ്ലാസ് റോഡിലുള്ള ഫ്ലൂറസെൻ്റ് പദാർത്ഥത്തിൽ എന്ത് ചെയ്യും അത് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്കൊരു വിസിബിൾ ലൈറ്റായിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഫ്ലൂറസെൻ്റ് ലാമ്പിൽ എന്തൊക്കെ പഠിക്കണം, ആ ഫിഗർ പഠിക്കുക, ആ പാർട്ടുകളെ അധികം പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്തൊരു ലാമ്പിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. എക്സ്പ്ലെയിൻ ദ നീറ്റ് സ്കെച്ച് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LED ലാമ്പ്. LED ഫുൾ എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും അല്ലേ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഫിഗർ വരയ്ക്കണം. രണ്ട് പോർഷൻ ഉണ്ട് അല്ലേ, ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് സൈഡിനെ പറഞ്ഞാൽ P ടൈപ്പ്, നെഗറ്റീവ് ടൈപ്പ് പറഞ്ഞാൽ N ടൈപ്പ്. P ടൈപ്പ് ഉണ്ടെങ്കിൽ ഹോളായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ, അതേ രൂപത്തിൽ നെഗറ്റീവ് ടൈപ്പിൽ എന്ത് ചെയ്യും ഇലക്ട്രോൺസുകളായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് LED ഒരു ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് അല്ലേ. എന്താണ് ഫോർവേഡ് ബയാസ്ഡ് എന്നിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ കണ്ടില്ലേ. എക്സ്റ്റേണൽ സോഴ്സിൽ എന്തുണ്ട് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ നെഗറ്റീവ് ടെർമിനൽ എന്താണ് ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞതാണ് ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ LED വർക്ക് ചെയ്യുന്നതാണ് ഒരു ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോക്കാം. ദ LED ഈസ് കണക്റ്റഡ് ഇൻ ദി ഫോർവേഡ് ബയാസ്ഡ് വിച്ച് അലൗസ് ദി കറണ്ട് ടു ഫ്ലോ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. എന്ത് ചെയ്യും ഫോർവേഡ് ഡയറക്ഷൻ എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ ചെയ്യും. ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ബിക്കോസ് ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലാണ്, ഈ കറണ്ട് എന്ത് ചെയ്യും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക മൂവ് ചെയ്യാം. അതറിയില്ല എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ദ റീകോമ്പിനേഷൻ അതായത് ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യും, അതേപോലത്തെ ഹോൾസ് മൂവ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടുകയും
റീകമ്പൈൻ ചെയ്യും. ഇങ്ങനെ റീകമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ കണ്ടക്ഷൻ ബാൻഡ് ടു ദി വാലൻസ് ബാൻഡ് ആൻഡ് ദെൻ എമിറ്റ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ്. ഫോട്ടോൺസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ലൈറ്റ് എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന് സിമ്പിൾ ശ്രദ്ധിക്കുക. ഇതാണെന്ത്, ഇതിൻ്റെ ഒരു LED സിമ്പിൾ എന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡയോഡ് ഉണ്ടാവും, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ. അതിൽ എന്ത് ചെയ്യും, ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ഒരു 2 ആരോ മാർക്ക് എന്ത് ചെയ്യുക, കൊടുക്കാം. ഇതാണ് ഒരു LED ഒരു ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് വരക്കാം, ചോദിക്കാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനുമറേറ്റ് ദ ടൈപ്സ് ഓഫ് സോഡിയം വേപ്പർ ലാമ്പ്. അല്ലേ, അടുത്തൊരു ലാമ്പാണ് എന്ത്, സോഡിയം വേപ്പർ ലാമ്പ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയുണ്ട്, ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് ആൻഡ് ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈ പ്രഷറിന് എന്ത് പറയും, HPSV എന്ന് പറയും. അതൊരു രൂപത്തിൽ ലോ പ്രഷറിനോ LPSV ലാമ്പ് എന്ന് പറയും. ഓക്കെ, അടുത്ത ദിവസം എന്താണ്, ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് ആൻഡ് ലേബൽ ദ പാർട്സ്. പാർട്സുകൾ എന്ത് ചെയ്യുക, ലേബൽ ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ സെയിം പറഞ്ഞ രൂപത്തിൽ 2 ഫിലമെൻ്റ് ഉണ്ട്. ഈ 2 ഫിലമെൻറ്റിന് എന്തുണ്ട്, കണക്ട് ചെയ്തിട്ട് ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിൽ എന്തുണ്ടാകും, ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് ആയതുകൊണ്ട് ഒരു നിയോണിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു സോഡിയവും പാടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. ഫിഗർ മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യുക, ഈ ഒരു പാർട്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റിംഗ് എഫക്റ്റാണ് അല്ലേ. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അടുത്ത അപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, സ്റ്റേ ദ ഫാരഡേ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാരഡേ ലോസ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഫാരഡേ ലോസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ കുറച്ച് ഫാരഡേ ലോസ് പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇലക്ട്രോലിസിസിലുള്ള ഫാരഡേസ് ലോ. ഓക്കെ, ആക്ച്വലി എന്താണ് ഇലക്ട്രോലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇലക്ട്രോലൈറ്റിനെ മാറ്റാം. ഇലക്ട്രോലൈറ്റിൽ നമ്മൾ കറണ്ട് കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും, അത് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് എന്ത് ചെയ്യും, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലിസിസിൻ്റെ ഒരു ഫസ്റ്റ് ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഫ്രം ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റ് കൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും, ആ ഇലക്ട്രോലൈറ്റ് വിഘടിക്കും. അതിൻ്റെ എന്ത് ചെയ്യും, ഓരോ മോളിക്യൂൾസ് ആണല്ലോ, ഇപ്പോൾ കോമ്പൗണ്ട്സ് ആണ്, ഒരുപാട് മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും, വിഘടിക്കും. വിഘടിച്ച് എന്ത് ചെയ്യും, അത് ഫ്രീ അയോൺസുകളായിട്ട് മാറും. എന്നിട്ട് ഈ ഒരു ഫ്രീ അയോൺസിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഇലക്ട്രോലൈറ്റ് കൂടെ പോകുന്ന കറണ്ടിന് എന്താണ്, പ്രൊപ്പോർഷനാണ്. കറണ്ട് ഇന്നെ പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, IT എന്ന് പറയും. ITക്ക് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനൊക്കെ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റൻ്റ് എന്ന് മൾട്ടിപ്ലൈ ചെയ്യും. Z×IT എന്ന് പറയും. ഈ Z എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. M=ZIT. ഒന്നുമില്ല, എന്താണ് M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, Z നമ്മൾ ഒഴിവാക്കി എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസിൻ്റെ 4 അപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് എന്താ, ഇലക്ട്രോ ഡെപ്പോസിഷൻ. രണ്ടാമത്തോ ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ മെറ്റലൈസേഷൻ. ഇലക്ട്രോ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, പറ്റിപ്പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പം പിന്നെ കടകളിൽ കണ്ടിട്ടുണ്ടല്ലേ, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞാഭരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അതെന്താണ്, ഒരു സ്വർണ്ണത്തിൻ്റെ കളറിലെ കോട്ടിങ് എന്ത് ചെയ്യും, നമ്മൾ മറ്റൊരു എലമെൻസിൻ്റെ ഇതിപ്പോൾ നമ്മളിപ്പം സ്പോർട്സിനൊക്കെ പോയാൽ എന്ത് ചെയ്യും, മെഡലിൽ കണ്ടിട്ടുണ്ട്. ആ മെഡലൊക്കെ എന്താണ്, ഒരു ഇലക്ട്രോ ഡീപ്പോസിഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുക, അതുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് എനി ഫോർ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇലക്ട്രോ ഡീപ്പോസിഷൻ, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ മെറ്റലൈസേഷൻ, അതേ രൂപത്തിൽ ഇലക്ട്രോ ഫേസിങ് ആൻഡ് ഇലക്ട്രോ ഫോമിങ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓർ അനദർ മെറ്റൽ നോർമലി ഇലക്ട്രിക്കലി ഈസ് കോൾഡ്. അല്ലേ,
അതെന്താണ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോ ഡീപ്പോസിഷൻ എന്ന് പറയും. ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യുക, ഇലക്ട്രോ ഡീപ്പോസിഷൻ, ഇലക്ട്രോളിസിസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിന് പറഞ്ഞവരാണ് ഇലക്ട്രോ ഡീപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡോക്ടറില്ല. അടുത്ത ദിവസം എന്താ, ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടർ എഫക്റ്റിംഗ് ദി ക്വാളിറ്റി ഓഫ് ഇലക്ട്രോ ഡീപ്പോസിഷൻ പ്രോസസ്സ്. ഡീപ്പോസിഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു കറണ്ട് കടത്തി വിടുക ഈ കൂടെ ഒരു ഇലക്ട്രോലൈറ്റ് കൂടെ അല്ലേ. അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, കറണ്ട് ഡെൻസിറ്റി, ടെമ്പറേച്ചർ, അത് രൂപത്തിൽ ഇലക്ട്രോണിൻ്റെ കണ്ടക്ടിവിറ്റി, പിന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ എന്തെയും കോൺസെൻട്രേഷനെ എന്തെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താണ് അഡിഷൻ ഏജൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇലക്ട്രോളിസിസ് ആൻഡ് സമ്മറൈസ് എനി ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലേ. അപ്പോൾ അത് നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതെന്താണ് ഇലക്ട്രോളിസിസ് എന്നാണ് എന്താ, ദ പ്രോസസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ പ്രൊഡ്യൂസ് കെമിക്കൽ ചേഞ്ചസ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, നമ്മളിതിന് മുന്നേ പഠിച്ച് ഇലക്ട്രോ ഡിപ്പോസിഷൻ, പ്ലേറ്റിംഗ്, ഇലക്ട്രോ ഫേസിങ്, ഇലക്ട്രോ ഫോം, ഇലക്ട്രോ മെറ്റലർജി അല്ലേ ഒക്കെ പഠിച്ച്. ഇനി അടുത്തത് എന്താണ്, ലിസ്റ്റ് എനി 2 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മോഡ്സ് ഇത് നമ്മളിപ്പം കുറേ കേട്ടിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതേ രൂപത്തിൽ റേഡിയേഷൻ. കണ്ടക്ഷൻ നടക്കുന്നതിലാണ് നമ്മൾ സോളിഡ്സിലാണെന്ന് പറയും അല്ലേ. ഒരു സോളിഡ്സ് കണ്ടക്ടറിലാണ് എന്ത് ചെയ്യുക, കണ്ടക്ഷൻ നടക്കുക. കൺവെക്ഷൻ ആണെങ്കിലോ ഒരു ലിക്വിഡിൽ നടക്കുന്നതാണ് എന്ത്, ഒരു കൺവെക്ഷൻ. റേഡിയേഷൻ ആണെങ്കിലോ എയറിൽ. ഇതിനെന്ത് ചെയ്യേണ്ട, മീഡിയം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അത് രൂപത്തിൽ റേഡിയേഷൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കൺവെക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കൺവെക്ഷൻ ഓഫ് മോഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാൽ എന്ത്? അപ്പോൾ എന്താണ്, ഒരു പോയിന്റ് നമുക്ക് ആദ്യം തന്നെ പഠിച്ചെന്താണ്, അത് എല്ലാം നടക്കുന്നത് ലിക്വിഡിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫ്ലൂയിഡിൽ എന്ന് പറയും അല്ലേ, ഫ്ലൂയിഡ്സ്. അപ്പോൾ ദ കൺവെക്ഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തിൻ ദ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി കണ്ടക്ഷൻ ചോദിക്കുകയാണെങ്കിലോ വിത്തിൻ എ സോളിഡ് ഓർ കണ്ടക്ടർ എന്ന് പറയും. റേഡിയേഷൻ ചോദിക്കുകയാണെങ്കിലോ എയർ ഓർ നോ മീഡിയം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിസ്റ്റ് എനി 6 റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റ്. ഒരു ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ 6 റിക്വയർമെൻറ്റ് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ കണ്ടക്ടറിലും പഠിച്ച അതേ പോയിൻറ്റ്സാണ് എന്ത് ചെയ്യണേ ഇവിടെ നോക്കാം അല്ലേ. എന്താണ്, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, അതേപോലെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ഹൈ ഓക്സിഡൈസിങ് ടെമ്പറേച്ചർ, ദ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, അതേപോലെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. 3 പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തെന്താണ്, ലിസ്റ്റ് എനി 2 ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ 2 ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് മെറ്റലിന് എന്ത് ചെയ്യുക, ഉരുക്കാൻ സഹായിക്കും. പിന്നെ മോൾഡിങ് ഓഫ് ഗ്ലാസ്സിന് എന്ത് ചെയ്യുക, ഷേപ്പൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. അതായത് ബേക്കിംഗ് ഓഫ് ഇൻസുലേറ്റർ, അത് ഇൻസുലേറ്ററിൻ്റെ മാനുഫാക്ചറിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്, വെൽഡിങ്. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് എനി 6 അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ 6 മേന്മകൾ എഴുതാൻ പറഞ്ഞത് അല്ലേ. അതിനോടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹീറ്റ് സ്റ്റൗ ആലോചിക്കുക അല്ലേ. ഹീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കും, നമ്മൾ വിറക് കത്തിക്കാറുണ്ട്. അത് രൂപത്തിലൊരു കരണ്ടടുപ്പുണ്ട്. അപ്പോൾ ഈ കരണ്ടടുപ്പും സാധാ അടുപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. എന്താണ്, പൊല്യൂഷൻ ഫ്രീ. വിറക് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പുക ഉണ്ടാവും. പക്ഷേ ഇവിടെ പുക കണ്ടിട്ടുണ്ടോ, ഇല്ല. അപ്പം എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാം അല്ലേ. അതേ രൂപത്തിൽ യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും. അതായത് ഒരു ഇപ്പോൾ കറണ്ടടുപ്പിൽ എന്ത് ചെയ്യും, ഹീറ്റ് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. പക്ഷേ മറ്റൊരുത്ത് ഈക്വൽ അല്ലല്ലോ. അതായത് യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഹീറ്റിംഗ് ഉണ്ടാവുക. പിന്നെ ചീപ്പർ ആൻഡ് ലോ ഇനീഷ്യൽ കോസ്റ്റ്, ഹൈ എഫിഷ്യൻസി, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, അതിലൂപത്തെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അതിലൂപത്തെ ഹൈ എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ നമ്മൾ പല ടൈപ്സ് പഠിച്ചിട്ടില്ലേ? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, അതേ രൂപത്തിൽ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്, ഇങ്ങനെ 4 പഠിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ദ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡ് അല്ലേ? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡിന് എന്ത് ചെയ്യുക? വിശദീകരിച്ച് എഴുതാം. അപ്പം റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്? റെസിസ്റ്റൻസിൻ്റെ ഹീറ്റിംഗ് ലോസ് ആണ് അല്ലേ? ആ ലോസ് എന്താണ്? I² R ലോസ്. നമ്മൾ മുന്നേ പഠിച്ചില്ലേ? I² R ലോസ് ആണ് ആക്ച്വലി എന്ത് ഇവിടെ ഹീറ്റിംഗ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫിഗർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മോഡ്യൂളാണ് ഏറ്റവും കൂടുതൽ ഫിഗർ ഉള്ളത്. ഫിഗറൊക്കെ പഠിച്ച് പാർട്സ്, അതിൻ്റെ ഓരോ പാർട്സ് മനസ്സിലാക്കണം. ഫിഗർ വരച്ചാൽ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മാക്സിമം സ്കോർ എന്ത് ചെയ്യുക? ആ ഒരു ഫിഗറിന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യാം. ഓക്കെ, ഫിഗർ നോക്കാം. ഫിഗർ നോക്കുകയാണെങ്കിൽ എന്തുണ്ട്? 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ട്, അതേ രൂപത്തിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇതിൻ്റെ സപ്ലൈ എന്താണ്? DC-ക്കും കൊടുക്കാം, അതേ രൂപത്തിൽ AC-യും കൊടുക്കാം. പിന്നെ അതെന്ത് ചെയ്യാണ്? ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഏത് വസ്തുവാണോ ചൂടാക്കേണ്ടത് അതിനെന്താ? ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് അല്ലേ? ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണേ. അതിന് പറഞ്ഞ പേരാണ് ചാർജ് എന്ന് പറയും. ഈ മെറ്റീരിയലിനെ പറഞ്ഞ പേരാണ് ചാർജ് ഓർ മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, പിക്ചർ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി അതിൻ്റെ ഇത് നോക്കാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ നോക്കാം അല്ലേ? ഇൻ ദിസ് മെത്തേഡ് മെറ്റീരിയൽ ഓർ ചാർജ് ടു ബി ഹീറ്റഡ് ട്രീറ്റഡ് ആസ് എ റെസിസ്റ്റൻസ് ആൻഡ് കറൻറ്റ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ദ ഇലക്ട്രോഡ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ചാർജർ. അതായത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്? ഇൻസേർട്ട് ചെയ്യാണ്. മൂന്നാമത്തെ എന്താ? ഇലക്ട്രോഡ് ആർ കണക്റ്റഡ് ടു എയ്തർ AC ഓർ DC സപ്ലൈ ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് വെൻ കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ് എന്താണ്? ഇതൊരു I² R ലോസ് ആണ് നടക്കുന്നത് അല്ലേ? ഓക്കെ, ദിസ് മെത്തേഡ് ഹാസ് ഹൈ എഫിഷ്യൻസി ആണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? സാൾട്ട് ബാത്ത് ഫർണസ് അതിൻ്റെ എക്സാമ്പിളാണ്. അതേ രൂപത്തിൽ നമ്മുടെ റെസിസ്റ്റൻസ് വെൽഡിങ് അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങും ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ എന്ത് ചെയ്യുക? ഇപ്പോൾ ഡയറക്റ്റ് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റ് എഴുതാം, ഇൻഡയറക്റ്റ് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് എഴുതാം. 2 ഡിഫറൻസ് ചോദിച്ചാലോ ഇത് ടാബിലാക്കി എഴുതുകയും ചെയ്യാം. ഓക്കെ, ഫിഗർ തന്നെ മനസ്സിലാക്കാം. അതായത് ഡയറക്റ്റ് എന്താണ്? ഡയറക്റ്റായിട്ട് ഒരു ഇലക്ട്രോഡ് എന്ത് ചെയ്യാണ്? നമ്മൾ കണക്ട് ചെയ്യാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ആകുമ്പോഴോ നമ്മൾ ഒരു ചേമ്പറിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോഡ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡ് ഈ ഒരു ചേമ്പർ ഹീറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഈ ഒരു ചാർജറും മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? ഹീറ്റാകുന്നത് അല്ലേ? ഓക്കെ, പോയിന്റിലോട്ട് വെക്കാം. ഡയറക്റ്റ് റെസിസ്റ്റൻസ് എന്താണ്? ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ മെറ്റീരിയൽസ് ടു ബി ഹീറ്റഡ്. ഇവിടെ എന്താണ്? ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻസൈഡ് എ ചേമ്പർ. ചേമ്പറിൻ്റെ അകത്ത് എന്താണ്? ഇലക്ട്രോഡ് വെച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഡയറക്റ്റ് ഹീറ്റിൽ എന്താണ്? മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കണ്ടക്ഷൻ. അതായത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? കണ്ടക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷനും നടക്കും, കൺവെക്ഷനും നടക്കും, അതേപോലെ റേഡിയേഷനും നടക്കും. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? സാൾട്ട് ബാത്ത് ഫർണസ് റെസിസ്റ്റൻസ് വെൽഡിങ്. ഏത്? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ. എന്നാൽ ഇൻഡയറക്റ്റ് ആണെങ്കിലോ റൂം ഹീറ്റർ, അതേ രൂപത്തിൽ ഡൊമസ്റ്റിക് കുക്കിംഗ്. റൂം ഹീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൂം ചൂടാവുക അല്ലേ? അപ്പോൾ എന്താണ്? അതൊരു കൺവെക്ഷൻ മെത്തേഡാണ്. പിന്നെ ഡൊമസ്റ്റിക് ഹീറ്റിംഗ് ആണെങ്കിലോ അതൊരു കൺവെൻഷനാണ്. പക്ഷേ കണ്ടക്ഷനാണ്, ഇത് കൺവെൻഷനാണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് അല്ലേ? ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് ഇത് ഡയഗ്രാം. അപ്പോൾ ഇതിനും എന്തുണ്ട്? ഡയഗ്രാം ഉണ്ട്. ഡൈ ഇലക്ട്രിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ പഠിച്ചിട്ടുള്ളത് ഒരു കപ്പാസിറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? കപ്പാസിറ്റർ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാകും അല്ലേ? അതൊന്ന് പഠിച്ചിട്ടുണ്ട്. അതേ പ്രിൻസിപ്പിൾ ആണെന്ത് നമ്മുടെ ഈ ഒരു ഡൈ ഇലക്ട്രിക് ഹീറ്റിങ്ങിലും നമ്മൾ കൊടുക്കുന്നത്. അതായത്
ഒരു പോസിറ്റീവ് ചാർജ് മെറ്റാലിക് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ചാർജ് മെറ്റാലിക് പ്ലേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഏത് പദാർത്ഥമാണ് നമുക്ക് ഹീറ്റ് ചെയ്യുന്നത് അതെന്ത് ചെയ്യും, നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി ഇതിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം അല്ലേ. വെൻ ദ കപ്പാസിറ്റർ സബ്ജക്ട് ടു സിനുസോയിഡൽ വോൾട്ടേജ് ദ കറണ്ട് ഡ്രോ ബൈ ദി ലീഡിങ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതായത് വോൾട്ടേജ് ഡയറക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് 90 ഡിഗ്രി എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ഈ ലീഡിങ് എഫക്റ്റ് എന്ത് ചെയ്യും, ഈ ലീഡിങ് കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് എ പവർ ലോസ് ഇൻ ദി ഡൈ ഇലക്ട്രിക് ഇൻ ദി കപ്പാസിറ്റർ അല്ലേ. ഈ കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു ലോസ് സംഭവിക്കും. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഏത് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്, ആ മെറ്റീരിയൽസിൽ എന്ത് ചെയ്യും, ഈ കറണ്ട് മൂലം ഒരു ലോസ് സംഭവിക്കും. ഈ ലോസ് എന്ത് ചെയ്യും, ഹീറ്റിംഗ് ദ മെറ്റീരിയൽസ്. അതായത് ഇവിടെ എന്ത് ചെയ്യും, വോൾട്ടേജും കറണ്ടും എന്താണ്, ഒരു ലീഡിങ് ക്യാരക്ടറാണ് കാണിക്കുന്നത്, കപ്പാസിറ്ററിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കറണ്ട് മൂലം എന്ത് ചെയ്യും, ഒരു ഹീറ്റ് ലോസ് ഉണ്ടാകും. ഈ ലോസ് എന്ത് ചെയ്യും, ഈ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസിന് എന്ത് ചെയ്യും, ചൂടാക്കും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇതിനെയാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയും ഒരു 18 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത്, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ എന്ത് ചെയ്യണം, നമ്മൾ പോയിന്റ് ആക്കി എഴുതുക. ഈ ഒരു മോഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഒരുപാട് ഫിഗർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഫിഗർ നല്ലപോലെ വരച്ച് തന്നെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അതും നല്ലപോലെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.